നമ്മുടെ പല സുഹൃത്തുക്കളുടെയും യൂട്യൂബ് ചാനലുകൾ മോണോട്ടൈസ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതുവരെ മോണോട്ടൈസ്ഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ മാസത്തോടു കൂടി നമ്മുടെ ചാനലുകളെല്ലാം മോണോട്ടൈസ് ആകുകയും എല്ലാവർക്കും അവരുദ്ദേശിച്ച പോലെ പൈസ കിട്ടി തുടങ്ങുകയും ചെയ്യും. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ മോണോട്ടൈസേഷൻ ആയ ചാനലുകളും അല്ലെങ്കിൽ ആകാൻ പോകുന്ന ചാനലുകളും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ശ്രദ്ധിക്കണം. ആ ഒരു വിഷയങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്താണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എങ്കിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം അനലിറ്റിക്സ് നോക്കിയപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നതിൽ 46% ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്തതുള്ളൂ എന്നുള്ളതാണ്. ബാക്കി ആൾക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തായാലും അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. മോണോട്ടൈസ്ഡ് ആയ ചാനലുകളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണോട്ടൈസ്ഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിലവിൽ 5 തരം അഡ്വർടൈസ്മെൻറ്റുകളാണുള്ളത്. അതായത് ഒന്ന് ഡിസ്പ്ലേ ആഡ്സ്, അതായത് അതുള്ളി കമ്പ്യൂട്ടറിൽ നിന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ദെൻ അതേപോലെ തന്നെ ഓവർലേ ആഡ്, അതായത് ചെറിയൊരു ബാനറിലെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ചെറിയൊരു ബാനർ അഡ്വർടൈസ്മെൻറ്റ്, ലോവർ തിയർ അഡ്വർടൈസ്മെൻറ്റ്, അതിനെയാണ് ഓവർലേ അഡ്വർടൈസ്മെൻറ്റ് എന്ന് വരുന്നത്. ദെൻ അതേപോലെ തന്നെ സ്പോൺസേർഡ് കാർഡുകൾ. ഫോർ എക്സാമ്പിൾ ഒരുപക്ഷെ മൊബൈൽ ഫോൺ റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ വീഡിയോ കാണുന്ന സമയത്തും താഴെ സ്പോൺസേർഡ് കാർഡ് എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് കാണാമല്ലേ, അതും ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. ദെൻ നാലാമത്തെ സ്കിപ്പബിൾ വീഡിയോ അഡ്വർടൈസ്മെൻറ്റ്, അറിയാലോ, വീഡിയോയുടെ മുമ്പിൽ വരുന്ന സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന അഡ്വർടൈസ്മെൻറ്റ്. നാലാമത്തെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് നോൺ സ്കിപ്പബിൾ അഡ്വർടൈസ്മെൻറ്റ്. അതായത് 30 സെക്കൻഡ്സോ അല്ലെങ്കിൽ 15 സെക്കൻഡ്സോ മേലെയുള്ള നോൺ സ്കിപ്പബിൾ, അതായത് ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല. ആ അഡ്വർടൈസ്മെൻറ്റുകൾ കണ്ടാൽ മാത്രമാണ് നമുക്കൊരു പക്ഷേ വീഡിയോ കാണാൻ സാധിക്കുള്ളൂ. ആ ഒരു അഡ്വർടൈസ്മെൻറ്റ്സിനെയാണ് നോൺ സ്കിപ്പബിൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ 4 അഡ്വർടൈസ്മെൻറ്റുകൾ ഒരുപക്ഷെ വീഡിയോ ആഡും ഓവർലേ സ്പോൺസേർഡ് കാർഡും സ്കിപ്പബിൾ അഡ്വർടൈസ്മെൻറ്റുകളും ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് ലഭിച്ചിരിക്കാം. ഈ നോൺ സ്കിപ്പബിൾ അഡ്വർടൈസ്മെൻറ്റുകൾ ഒരുപക്ഷെ ഡിഫോൾട്ടായിട്ട് നമുക്ക് വരികയില്ല. അത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ വീഡിയോ കുറച്ച് വ്യൂവേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബുമായിട്ട് മെയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ടീമുമായിട്ട് ചാറ്റ് ചെയ്ത് നമ്മുടെ സംശയങ്ങൾക്ക് സൊല്യൂഷൻ കാണുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിനോട് റിക്വസ്റ്റ് ചെയ്യാം, എൻ്റെ ചാനൽ നോൺ സ്കിപ്പബിൾ അഡ്വർടൈസ്മെൻറ്റുകൾ ഒന്ന് ഇനേബിൾ ചെയ്ത് തന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചാനൽ അവർ പരിശോധിച്ചിട്ട് അതിന് നമ്മുടെ ചാനൽ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് നോൺ സ്കിപ്പബിൾ അഡ്വർടൈസ്മെൻറ്റുകൾ ലഭിക്കും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നോൺ സ്കിപ്പബിൾ അഡ്വർടൈസ്മെൻറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ പറയുന്ന മെയിനായിട്ടുള്ള കാരണം വ്യൂവർഷിപ്പ് കുറച്ച് കളയുമെന്നാണ്. കാരണം അറിയാലോ, ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റുകളാണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു പരസ്യം കണ്ടതിന് ശേഷമാണ് വീഡിയോ കാണുന്നതെങ്കിൽ മേ ബി ആളുകൾ ആ വീഡിയോ കാണാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് യൂട്യൂബ് പറയണത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു പരസ്യങ്ങൾക്ക് വരുമാനം കൂടുതൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീഡിയോസ് ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ലോങ് വീഡിയോ ചെയ്യരുത്. ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യാതെ ഒരു 3-4 മിനിറ്റുകൾക്ക് ശേഷം ഈ ഒരു അഡ്വർടൈസ്മെൻറ്റുകൾ ഇനേബിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വീഡിയോസിന് കൂടുതൽ വ്യൂവർഷിപ്പും ലഭിക്കും. അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റുകളും പരസ്യവും വരും. അങ്ങനെ 5 തരം അഡ്വർടൈസ്മെൻറ്റുകളാണുള്ളത്. ഇതിൽ നോൺ സ്കിപ്പബിൾ അഡ്വർടൈസ്മെൻറ്റുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കാണുകയും ചെയ്യാം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റുകൾ, അതായത് മോണോട്ടൈസേഷൻ ഇനേബിൾഡ് ആയ സുഹൃത്തുക്കൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി നിങ്ങൾക്കൊരു ആഡ്സെൻസ് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആഡുകൾ വന്നു തുടങ്ങി, വ്യൂവേഴ്സ് വന്നു തുടങ്ങി കഴിയുമ്പോൾ ഒരു $100 ആകുന്ന സമയത്ത് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് വരും, നിങ്ങളുടെ യൂട്യൂബ് ചാനലും ആഡ്സെൻസും തമ്മിൽ കണക്ട് ചെയ്യാവുന്നൊരു മെസ്സേജ് വരും. ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി നിലവിൽ ഒരു ആഡ്സെൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു യൂട്യൂബ് ചാനലിനെ ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ പല സുഹൃത്തുക്കൾക്കും ഉണ്ടാകുന്നൊരു സംശയം കൂടെ ഞാനിവിടെ പറയാം. ഒന്നിൽ കൂടുതൽ ചാനലുകൾ ഒരു ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അതിന് സാധിക്കുന്നതാണ്. കാരണം എനിക്കിപ്പോൾ 10 ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ 10നും 10 ആഡ്സെൻസുകളല്ല, 10നും ഒറ്റ ആഡ്സെൻസ് ആണ്. അതായത് നമ്മുടെ നിലവിലുള്ള 4, 5, 6, 7, 8 ചാനലുകൾ ഒറ്റ ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രശ്നം കൂടെ ഞാനിവിടെ പറയാം. ഒരുപക്ഷെ ആഡ്സെൻസ് ഉള്ള സുഹൃത്തുക്കൾക്ക് ഒരുപക്ഷെ വെബ്സൈറ്റിലേക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ കണക്ട് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ബ്ലോഗിലേക്ക് കൊണ്ടുപോയി അഡ്വർടൈസ്മെൻറ്റുകൾ ഉണ്ടാകാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്, ഏതെങ്കിലും ഒരു സമയത്ത് ഈ അഡ്വർടൈസ്മെൻറ്റുകൾക്ക് ഒരു വയലേഷൻ വന്ന് ഈ ആഡ്സെൻസ് ഡിസേബിൾഡ് ആയി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യൂട്യൂബിൻ്റെ മോണോട്ടൈസേഷനും ഡിസേബിൾഡ് ആയിട്ട് പോകും.
പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ആഡ്സെൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റുകൾ ഏതെങ്കിലും ബ്ലോഗുകളിലാണ് ഇട്ടേക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലാണ് ഇട്ടേക്കുന്നതെങ്കിൽ അത് എന്തെങ്കിലും നമ്മുടെ ഭാഗ്യവശാൽ എന്തെങ്കിലും ഒരു വയലേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സോറി തെറ്റിപ്പോയി നമ്മളുടെ നിർഭാഗ്യവശാൽ എന്തെങ്കിലും ഒരു വയലേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ആഡ്സെൻസ് ഡിസേബിൾഡ് ആയി പോവുകയും അതേപോലെ തന്നെ നമ്മളുടെ മോണോട്ടൈസേഷനും ഡിസേബിൾഡ് ആയിട്ട് പോവുകയും ചെയ്യും. പിന്നെ യാതൊരു കാരണവശാലും ഇപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് യാതൊരു കാരണവശാലും അങ്ങനെ ഡിസേബിൾഡ് ആയി പോയ ആഡ്സെൻസും യൂട്യൂബ് ചാനലും ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പിക്ക് ചെയ്ത് വരാൻ ഭയങ്കര പ്രയാസമാണ്. അല്ലെങ്കിൽ അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് യൂട്യൂബിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരുപക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ആഡ്സെൻസ് നിങ്ങളുടെ ബ്ലോഗുമായിട്ടോ സൈറ്റുമായിട്ടോ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്ത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിങ്ങൾ ഏൺ ചെയ്യുക. ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം, $100 ഞാൻ ആദ്യം പറഞ്ഞ പോലെ $100 ആയാൽ മാത്രമാണ് നമുക്ക് എല്ലാ മാസം പേ ഔട്ട് വരികയുള്ളൂ. അതായത് ഇത് ജൂലൈ മാസം. ഈ ജൂലൈയിൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് ജൂണിൽ എനിക്ക് കിട്ടിയ യൂട്യൂബിൻ്റെ വരുമാനമാണ് ജൂലൈയിൽ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ആഡ്സെൻസുമായിട്ട് നിങ്ങളുടെ ബാങ്കിനെ കണക്ട് ചെയ്യുക. അതിൻ്റെ IFSC കോഡോ അതിലെന്തൊക്കെയാണ് റിക്വയർമെൻറ്റുകൾ എല്ലാം വളരെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും 24-ാം തീയതി കാശ് കിട്ടും. ഉണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ $100 ഫില്ലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വരുമാനം ലഭിക്കുകയും ചെയ്യും. ഒരു കാര്യം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ ചാനലല്ലേ, നമ്മൾ വരുന്ന പരസ്യമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും ആ പരസ്യത്തിൽ തന്നെ ക്ലിക്ക് ചെയ്യരുത്. അത് ഇൻവാലിഡ് ആക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണോട്ടൈസേഷൻ ഡിസേബിൾഡ് ആകും, പിന്നെ വരാൻ കുറച്ച് പ്രയാസമുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. എന്നാലും യൂട്യൂബ് ചാനൽ എല്ലാവരുടെയും മോണോട്ടൈസ്ഡ് ആകട്ടെ. ഇനി മോണോട്ടൈസ്ഡ് ആയിട്ടില്ലാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിലും ഈ മാസത്തോടു കൂടി എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ മോണോട്ടൈസ്ഡ് ആകും. ശ്രദ്ധിക്കുക, ഈ കിട്ടിയ അവസരം നല്ലതുപോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യൂട്യൂബ് തരുന്ന വരുമാനം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂട്യൂബിൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ മാത്രം കമൻറ്റിന് റിപ്ലൈ ചെയ്യണമെന്നില്ല കേട്ടോ. പക്ഷേ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന സബ്ജക്റ്റിൽ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളും പരസ്പരം സഹായിക്കുക. പരസ്പരം സഹായിക്കുമ്പോഴേ നമ്മൾ വളരുകയുള്ളൂ. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.